അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ രാവിലെയാണ് കേട്ടോ. ഇപ്പൊ സമയം 7 മണി 7:30 ആയിട്ട് 7:30 അപ്പൊ ഞങ്ങള് കുഞ്ഞ് പല്ല് തേക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു സംഭവം കണ്ടു കേട്ടോ. അപ്പൊ ഞാനത് കാണിച്ചു തരാം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഞാൻ ദോശ ചുട്ടോണ്ടിരിക്കുന്നു കേട്ടോ. ആ ദോശ ചുടുന്നോടത്താണ് പിടിച്ച് കൊണ്ടുവന്നേക്കണത് തന്നെ. അപ്പൊ കണ്ടാ പഴുത്തു കേട്ടാ. എന്താ ഞെങ്ങുണ്ട്. അപ്പം ഇത് നമുക്ക് പൊട്ടിക്കാം. പൊട്ടിക്കുഞ്ഞ അതിപ്പോൾ നശിപ്പിക്കും. അങ്ങനെ ആത്തച്ചക്കൊക്കെ പൊട്ടിക്കൽ കഴിഞ്ഞ് ചായയും കടിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട. മുറ്റത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര പരിതാപകരമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളില്ലല്ലോ. സ്കൂളും ഇല്ല, ഇപ്പോൾ മദ്രസ ഇല്ല. മദ്രസയും പൂട്ടിയിട്ട. പക്ഷേ ഞാനിത് 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. മദ്രസ ഉള്ള ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. 2 ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാനിതാ മുറ്റത്ത് നിറച്ച് എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, എന്തായാലും പറയാം, തെർമോക്കോൾ. അത് നിറച്ച് ഇവിടെ പൊട്ടിച്ചിട്ട് കൊടുന്നിട്ടുണ്ട്. പിന്നെ പറമ്പിൽ കിടക്കുന്ന സാധനങ്ങളും എല്ലാതും മുറ്റത്ത് കൊടുന്നിട്ട് പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ആച്ചൂട്ടൻ പ്രത്യേകിച്ച് ആച്ചൂട്ടൻ വീട്ടിലുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും പരത്തിയിട്ടാണ്. അപ്പോൾ ഇനി 10 ദിവസം സ്കൂളില്ലെങ്കിൽ ഇനി വീട് മറിച്ചിടുമെന്ന് എനിക്കറിയില്ല. അത്രയും വികൃതി കേട്ടോ ഓരോരുത്തർക്കും. അപ്പോൾ ഞാനെന്തായാലും മുറ്റടിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞാണിരുന്ന് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ആത്തച്ചക്കൊക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും വന്നിട്ട് കുട്ടികളൊക്കെ മദ്രസ വിട്ട് വന്നിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പറയുകയെന്നൊന്ന് കമൻറ്റ് ചെയ്തോട്ടെ. ഇവിടെയൊക്കെ ആത്തച്ചക്ക, സീതാമണിക്കായ, സീതാമണിപ്പഴം എന്നൊക്കെയാണ് പറയുക. ചിലർ പറയുന്നുണ്ട് ചക്കപ്പഴമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമുക്കിതിന് കറക്റ്റായിട്ട് അറിയൊന്നുമില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മുറ്റടിക്കലൊക്കെ ഏകദേശം അവിടെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സമയമായി 9 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കുട്ടികളെ വിളിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുഞ്ഞു വീട്ടിലുണ്ട് കേട്ടോ. മറ്റവരെ രണ്ടാളേനും വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ വന്ന് പോവാച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞാണ് വീഡിയോ പിടിക്കുന്നത്. 2-3-4 ദിവസമായി നമ്മൾ വീഡിയോ ഒന്നും ഇപ്പോൾ കറക്റ്റായിട്ട് ഇടുന്നില്ല. ചെറുതായിട്ടൊരു മടി, പിന്നെ കണ്ടൻ്റ് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ചെറിയ പ്രശ്നങ്ങൾ, പേഴ്സണലായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ആയില്ലേ. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ കേട്ടോ. അപ്പം നമ്മൾ ഇപ്രാവശ്യം ക്രിസ്മസിൻ്റെ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു ക്രിസ്മസ് ആശംസകളൊക്കെ പറഞ്ഞിട്ട് വരണതായിരുന്നു. പക്ഷേ അതൊന്നും ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ മക്കളെന്നൊക്കെ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കൊല്ലം കുറേ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ മുൻകൂട്ടി ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വരാം നല്ലൊരു വീഡിയോ ആയിട്ട്.